HSI നാച്ചുറൽ സയൻസ് എനിക്ക് കിട്ടാൻ മെയിനായിട്ട് സഹായിച്ചത് കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ തന്നെയാണ്. റെക്കോർഡഡ് ക്ലാസ്സുകൾ ഞാൻ റെക്കോർഡഡ് ക്ലാസ് നോക്കും, നോട്ട് എഴുതി വെക്കും. ആ നോട്ട് മീൻസ് റെക്കോർഡ് ഫുള്ളി ഞാൻ ആ റെക്കോർഡ് ആ ക്ലാസ്സിലുള്ള മൊത്തം കാര്യങ്ങളും ഒന്നുപോലും വിടാണ്ട് ഞാൻ എഴുതി വെച്ച് നോട്ടാക്കി കഴിയുമ്പോഴേക്കും ഞാനത് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഓൾറെഡി അത് പഠിച്ചും കഴിഞ്ഞ് എൻ്റെ കയ്യിൽ മെറ്റീരിയലുമായി. പിന്നെ എക്സ്ട്രാ റീഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ യൂട്യൂബുകളും ഗൂഗിളൊക്കെ നോക്കിയിരുന്നു. അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ചില ഡൗട്ട്സുകൾ അറിയാൻ വേണ്ടി മാത്രം ഞാൻ എക്സ്ട്രാ നോക്കിയിരുന്നു. പിന്നെ കറണ്ട് അഫെയറിന് വേണ്ടിയിട്ട് ഞാൻ പത്രവാർത്തകൾ, പിന്നെ ആശാ മാമിൻ്റെ ഒരു ഇത് കണ്ടിരുന്നു കറണ്ട് അഫെയറിൻ്റെ, അത് ഞാൻ ഫോളോ ചെയ്തിരുന്നു. പത്രവാർത്തകൾ ഫോളോ ചെയ്ത് പിന്നെ പേപ്പർ വായിക്കും, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പിന്നെ എനിക്ക് SCRT ഞാൻ +2 വരെയുള്ള ബുക്സ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് അത് തറോ ആക്കി പഠിച്ചു. പിന്നെ ഡിഗ്രി ലെവലുള്ളതൊക്കെ ഇവർ ഓൾറെഡി തരുന്നുണ്ട്. സൈക്കോളജിയൊക്കെ ആതിര മാമിൻ്റെ അടിപൊളി ക്ലാസ്സാണ് കോമ്പറ്റിറ്റീവ് ക്രാക്കറിലെ, അതൊക്കെ ഫോളോ ചെയ്തപ്പോൾ അത് കിട്ടിയിരുന്നു. GK ഞാൻ ഓൾറെഡി UP അസിസ്റ്റൻറ്റിന് പഠിച്ചത് കാരണം അത്യാവശ്യം എനിക്ക് അറിയായിരുന്നു. ബാക്കി എനിക്ക് കോമ്പറ്റിറ്റീവ് ക്രാക്കറിന് തന്നെ കിട്ടി. അതുകൊണ്ട് GK പാർട്ട് എനിക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ OMR ഷീറ്റ് ഞാൻ പുറത്തുനിന്ന് വാങ്ങി, എന്നിട്ട് ഓരോ ബബിൾ ചെയ്ത് അതിൽ പഠിച്ചിരുന്നു. കാരണം കൊറോണ സമയത്താണ് ഞാനിത് HSIക്ക് വേണ്ടി പഠിച്ചിരുന്നത്. വെറും 9 മാസം മാത്രമാണ് പഠിച്ചത്. അപ്പം OMR എഴുതിയിട്ടോ വേറെ PSC എഴുതിയിട്ടൊന്നും ഒരു UP അസിസ്റ്റൻ്റ് എഴുതിയത് മാത്രമാണ് എനിക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസ്. അതുകൊണ്ട് OMR ഷീറ്റിൻ്റെ ഒരു ബുക്ക് വാങ്ങിയിട്ട് ഞാൻ കേട്ടറ്റിൻ്റെ ക്വസ്റ്റ്യൻസും അതുപോലെ നമ്മളെ കോമ്പറ്റിറ്റീവ് ക്രാക്കറിന് തരുന്ന ക്വസ്റ്റ്യൻസും എല്ലാം ഞാൻ അവർ ഒരു പ്രാവശ്യം എക്സാം എഴുതിയെങ്കിൽ കൂടി വീണ്ടും ഞാൻ ബബിൾ ചെയ്ത് പഠിച്ച ടൈം മാനേജ്മെൻറ്റ് കറക്റ്റാക്കാൻ ശ്രമിച്ചിരുന്നു.